ഈ ട്രാൻസ്ഫർ വിൻഡോയില് റൂബൻ അമോറിമിന് വേണ്ട പ്ലേയേഴ്സിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യുവാണെങ്കിൽ ഫുൾ ക്ലബ്ബ് തന്നെ ട്രാൻസ്ഫോംഡ് ആവും. ഇതെങ്ങനെയാന്ന് അറിയാനായിട്ട് ഒപ്പം സബ്സ്ക്രൈബ്. അമോറിം വന്നപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ പ്ലേയിങ് സ്റ്റൈൽ ആർക്ക് വേണ്ടി മാറ്റില്ലെന്ന്. ആൻഡ് സീസണിന്റെ ഫസ്റ്റ് ഗെയിം തൊട്ട് ലാസ്റ്റ് ഗെയിം വരെ 3-4-2-1 എന്ന ആ സിസ്റ്റമാണ് അമോറിം യൂസ് ചെയ്തത്. ട്രാൻസ്ഫർ വിൻഡോയുടെ സ്റ്റാർട്ടിംഗ് തന്നെ യുണൈറ്റഡ് മത്തേസ് കൂനിയനെ മുൾസിനായി സൈൻ ചെയ്തു. ആൻഡ് ഇത് ലെഫ്റ്റ് സൈഡിലെ നമ്പർ 10 റോളിന് വേണ്ടിയാണ്. ഇനി റൈറ്റ് സൈഡിലെ യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യണത് ബ്രെൻഫോർഡിന്റെ എംബോയിമോനെയാണ്. ഫെർണാണ്ടസിനെ പാർട്ണർ ചെയ്യാൻ ഒരു പുതിയ മിഡ്ഫീൽഡറിനെ യുണൈറ്റഡ് നോക്കുന്നുണ്ട്. കൊളംബിയൻ ഇന്റർനാഷണൽ ആയ റിച്ചർഡ് റിയോസ് ആണ് യുണൈറ്റഡിന്റെ മെയിൻ ടാർഗറ്റ്. ആൻഡ്രെ ഒണാനയ്ക്ക് പകരം റിപ്ലേസ്മെന്റ് ആയിട്ട് എമ്മി മാർട്ടീനസിനെ യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യണ്ടായിരുന്നു. പക്ഷെ ഈ ട്രാൻസ്ഫർ നടക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അതുകൊണ്ട് നെക്സ്റ്റ് സീസണും ആൻഡ്രെ ഒനാന തന്നെയായിരിക്കും സ്റ്റാർട്ടിങ്. അടുത്ത സീസണും റാസ്മസ് ഹോയിലിനെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടും ഭേദം പിച്ചിൽ 10 പ്ലേയേഴ്സ് ആയിട്ട് കളിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സമ്മറിൽ യുണൈറ്റഡ് എന്തായാലും ഒരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്തിരിക്കണം. ആൻഡ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് സൈനിങ്. സോ നിങ്ങളുടെ ഒപ്പീനിയനിൽ ആരായിരിക്കണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അടുത്ത സീസണിലെ മെയിൻ സ്ട്രൈക്കർ? അത് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ആസ് ഓൾവേസ് സബ്സ്ക്രൈബ്.